أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, ജീവിതത്തിൽ അവൻ നൽകിയ ഹലാലുകളെയും അവൻ വിരോധിച്ച ഹറാമുകളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനെ തഖ്വാബോധത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ അവന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെതിരിൽ എക്കാലത്തും അതിൻ്റെ എതിരാളികൾ വലിയ ആരോപണങ്ങൾ എഴുതിവിട്ടിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ ആവിർഭാവം അല്ലെങ്കിൽ മനുഷ്യാരംഭം മുതൽ തന്നെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ ഈ സത്യദീനിനെ ഭൂമിയിലേക്ക് അയച്ചത്, അന്ന് മുതൽ തന്നെ ആ പ്രവാചകന്മാരും പ്രവാചക ശിഷ്യന്മാരും അതിനെ എതിർക്കുന്ന ആളുകളിൽ നിന്ന്, നിഷേധികളിൽ നിന്ന്, അല്ലെങ്കിൽ ശത്രുപാളയങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുകളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നിച്ചു. അത് കാലങ്ങളിലൂടെ തുടർന്ന് വന്ന് ഇന്നും ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഇസ്ലാമിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളെടുത്ത് അതൊരു പക്ഷേ ഇസ്ലാമിന്റെ കുടുംബ വ്യവസ്ഥയാകാം, അല്ലെങ്കിൽ വിവാഹവുമായോ വിവാഹമോചനവുമായോ ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, അല്ലെങ്കിൽ മറ്റേത് വിഷയവുമാണെങ്കിലും കൃത്യമായി അവരത് സമയാസമയങ്ങളിൽ എഴുതുവിടാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയൊരു പരാതിയും പരിഭവമൊന്നുമില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിന് കൃത്യമായ മറുപടി ഇസ്ലാമിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിൽ അന്താളിച്ച് നിൽക്കാറില്ല. പക്ഷെ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുകയും ഒട്ടൊക്കെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് പലപ്പോഴും വഴിമരുന്നിട്ട് കൊടുക്കുന്നതും വടി കൊടുക്കുന്നതും പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള വിഭാഗമായി അറിയപ്പെടുന്ന ആളുകളോ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു വിഷയം കഴിഞ്ഞ കുറെ ദിവസമായി നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുക. മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ പള്ളിപ്രവേശനവും അവരുടെ സാമൂഹികമായ മുന്നേറ്റവും, പ്രത്യേകിച്ചും ഒരു ഗ്രാമസഭ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്നൊക്കെ അവലോകനം ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അടിക്കാൻ പാകത്തിൽ വടി കൊടുക്കുകയും ഇതൊന്നും ഞങ്ങളെ ഇസ്ലാമിലില്ല, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാം വേറെ ഏതോ തലത്തിലുള്ള ഒരു ഇസ്ലാമാണ് എന്ന് ആളുകളെ പറഞ്ഞ് ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് വ്യക്തിപരമായി മാത്രമല്ല ഇസ്ലാമിക സംവിധാനത്തോട് തന്നെ ചെയ്യുന്ന വല്ലാത്ത ഒരു അബദ്ധമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതേസമയം സ്ത്രീകൾ അങ്ങനെ തന്നെ ഇരിക്കണം എല്ലാ മേഖലകളിലും എന്ന് വാദിക്കുന്നവരല്ല പലപ്പോഴും ഈ ആളുകൾ. അവർക്ക് ആവശ്യമുള്ളിടത്തൊക്കെ യഥേഷ്ടം സ്ത്രീകൾക്ക് പോകാം. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിലും അവിടെ മറയും ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വരാതിരിക്കേണ്ടതില്ല, അവിടെ വരുന്നതാണ് അഫ്ളലായ കാര്യം
പള്ളികളിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ ഇസ്ലാമികമായ നവജാഗരണ മുന്നേറ്റങ്ങളിലേക്കോ പെണ്ണുങ്ങൾ പോകേണ്ടതില്ല എന്ന് മാത്രമാണ് ഈ ആളുകളുടെ വാദം എന്നത് കുറച്ചുകൂടി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ ഒരു സ്ത്രീ എന്നത് എങ്ങനെയാണ് ഖുർആൻ അടയാളപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാവാത്തതോ തിരിയാത്തതോ ആയ ഒരു കാര്യമൊന്നുമല്ല. ചില കാര്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ പോലെ തന്നെ പ്രതിപാദ്യ വിഷയമാക്കിയ ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ബഅ്ദുക്കും മിൻ ബഅദ്, നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, നിങ്ങൾ പാതികളാണ്. ഒരു പാതി ഇപ്പുറത്താണെങ്കിൽ മറ്റേ പാതി അപ്പുറത്താണ്. നല്ല പാതി എന്ന് പറയുന്നത് കൊണ്ട് അത് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളിൽ ആര് ചെയ്യുന്ന പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സന്ദർഭം ഞാൻ പിന്നീട് പറയുന്നുണ്ട്, പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഞാൻ ഒരിക്കലും പാഴാക്കുകയില്ല, നിങ്ങളിൽ ആരുടെയും ആണാവട്ടെ പെണ്ണാവട്ടെ അവന്റെ പ്രവർത്തനത്തെ നാം പാഴാക്കുകയില്ല. ബഅ്ദുക്കും മിൻ ബഅദ്, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. അവനേക്കാൾ നിനക്കൊരു സ്ഥാനക്കുറവോ നിന്നേക്കാൾ ഒരു സ്ഥാനം കൂടുതലോ അല്ല. ഉത്തരവാദിത്വത്തിന്റെ വിഷയത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ നാം വെച്ചത് തന്നെയും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാകട്ടെ ഒരു സ്വാലിഹായ കർമ്മം ചെയ്താൽ ഫലനുഹിയന്നു ഹയാതൻ ത്വയ്യിബതൻ, അവർക്ക് നല്ല മെച്ചപ്പെട്ട ജീവിതം നാം അവർക്ക് പ്രദാനം ചെയ്യും. പോലെ നജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നൽകും. അവിടെ ആണുങ്ങൾക്ക് അത്ര കൊടുക്കും, അതില് പകുതിയെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുള്ളൂ എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് തന്നെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബുകുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, മനുഷ്യവർഗമേ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ ഒരാത്മാവിൽ നിന്നാണ് ഈ രണ്ട് വിഭാഗത്തിന്റെയും സൃഷ്ടി. ആണും പെണ്ണും വരുന്നത് ഒരാത്മാവിൽ നിന്നാണ്. വഖലഖ മിൻഹാ സൗജഹാ, ആ ആത്മാവിൽ നിന്ന് തന്നെ അവന്റെ ഇണയെയും സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, പിന്നെ അതിൽ നിന്ന് ഭൂമിയിൽ ധാരാളക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ചു അയച്ചു. അപ്പൊ ഒരു വ്യത്യാസവും പരിശുദ്ധ ഖുർആനോ ഇസ്ലാമോ അതിന്റെ ഉത്ഭവകാലം മുതൽ തന്നെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം സ്ത്രീയെ അടയാളപ്പെടുത്താൻ തുടങ്ങിയതും സ്ത്രീയെക്കുറിച്ച് പ്രതിപാദിക്കാൻ തുടങ്ങിയതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലല്ല. അതിനു മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ഇസ്ലാമികമായ സരണിയില് വനിതകൾ ഉണ്ടായിട്ടുണ്ട്. ആ വനിതകളെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഉദാഹരണമായി പറഞ്ഞ രണ്ട് വനിതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതല്ല, അതിനു മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാമിൽ സ്ത്രീ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സന്ദർഭം ചരിത്രത്തിൽ നമ്മളൊക്കെ പഠിച്ചതാണ്, മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ പഠിച്ചതാണ്. അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീക്ക് ഹൃദയമില്ല, അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വത്താവകാശം നൽകേണ്ടതില്ല, അവിടെ ഒരു മത്താഹ് മാത്രമാണ്, ഒരു ചരക്ക് മാത്രമാണ്, കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഏത് സമയത്തും ആർക്കും എന്തും ചെയ്യാൻ അധികാരമുള്ള. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ പെണ്ണ് കുഴിച്ചു മൂടപ്പെട്ട കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഏതൊരു പാതകത്തിന്റെ പേരിലാണ് ഞങ്ങളെ ഭൂമിയിൽ കുഴിച്ചു മൂടപ്പെട്ടത്? 6 വയസ്സിലും 7 വയസ്സിലും ഒക്കെ കുഴിച്ചു മൂടിയിരുന്നു. പരിശുദ്ധ ഖുർആനാണത് പഠിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടിയാണ്, നിന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ തൊട്ടടുത്ത കാലം വരെ നമ്മളെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അവന്റെ മുഖം അങ്ങ് ചുവക്കുമായിരുന്നു. അവൻ ദേഷ്യം കടിച്ചമർത്തി പിടിച്ചു നിൽക്കും. എന്നിട്ടോ അള്ളാഹു അവന് സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ നാണക്കേട് കാരണം അവൻ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കും.
എന്നിട്ട് അയുംസികു വലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ്, ഒന്നുകിൽ ആ കുട്ടിയെ എല്ലാ മാനഹാനിയും സഹിച്ചുകൊണ്ട് അവൻ വളർത്തും, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടും. അലാ സാഅമാ യഹ്കുമൂൻ, അവര് വിധിക്കുന്നത് എത്ര മോശമാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. ആ ഒരവസ്ഥയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുൻകാല പ്രവാചകന്മാർ ചെയ്തതുപോലെ തന്നെ ഉന്നതമായ സ്ഥാനം നൽകി സ്ത്രീയെ ആദരിച്ചു. അള്ളാഹിന്റെ റസൂല് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ മാത്രമല്ല, മരണസമയത്ത് പോലും അസ്രായിൽ അലൈഹിസ്സലാം മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും പറഞ്ഞ കാര്യങ്ങളെ കൂട്ടത്തിൽ അടിവരയിട്ട് പറഞ്ഞ ഒരു സംഗതി, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹിനെ പേടിക്കണം, അവർ നിങ്ങളുടെ ഭാഗമാണ്, നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടവരോ മാറ്റി നിർത്തേണ്ടവരോ അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പുരുഷനൊപ്പമല്ല, പുരുഷനേക്കാൾ മീതെ മാതാവിന്റെ സ്ഥാനമൊക്കെ പഠിപ്പിച്ചപ്പോ ആ മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്കൊപ്പമാണ് എന്ന് പഠിപ്പിക്കാനല്ല, നമ്മളെക്കാൾ ഒരടി ഉയരത്തിലാണ് അവരുടെ സ്ഥാനമെന്ന് പഠിപ്പിക്കാനാണ്. ആണും പെണ്ണും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അവന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരം അല്ലാഹുവിനാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആൺകുട്ടികളെ നൽകും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺകുട്ടികളെ നൽകും. മാത്രമല്ല, അങ്ങനെ പെൺകുട്ടികളെ നൽകുന്നത് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ കാനത ലഹു ഉൻസ ഫലം യഇദ്ഹാ വലം യുഹിൻഹാ വലം യുസ്ർ വലദു അലൈഹാ, ഒരു മനുഷ്യന് അള്ളാഹു പെൺകുട്ടികളെ നൽകി, അവൻ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയില്ല, ആ പെൺകുട്ടിയെ അപമാനത്തിന്റെ അടയാളമായി കണ്ടില്ല. ആൺകുട്ടികളെക്കാൾ സ്ഥാനം ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ഥാനക്കുറവ് കാണുകയും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ഖലല്ലാഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. മാത്രമല്ല, ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നതിന്റെ പുണ്യം അനേകം ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഖാല, അദ്ദേഹം പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ കാന ലഹു സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺകുട്ടികളുണ്ട്, ഫസബറ അലൈഹിന്ന, ആ പെൺകുട്ടികളെ തന്നതിന്റെ പേരിൽ അവൻ ക്ഷമിച്ചു. എല്ലാ കാലത്തും ഇത് ഒരല്പം ക്ഷമയോടുകൂടി തന്നെയാണ് ആളുകൾ കേൾക്കുക. ജാഹിലിയ കാലത്തും അതെ, ഞാൻ പറഞ്ഞല്ലോ, നിലവിലുള്ള സാഹചര്യത്തിലും ഒരുപക്ഷെ ഇവനേക്കാൾ കൂടുതൽ പ്രയാസം നാട്ടിലെ ആളുകൾക്കായിരിക്കും. നമുക്ക് 3ാമത്തതും പെൺകുട്ടി തന്നെയാണല്ലേ, എന്താ ചെയ്യാ, പടച്ചവൻ തന്നതല്ലേ, എന്തോ ഒരു ഇടങ്ങേറ് പോലെ കാണുന്ന ഒരവസ്ഥ ഞാൻ പറയുന്നത് സമീപകാലം വരെ നിലനിന്നിരുന്നു. ഇപ്പൊ ആരും അത് അങ്ങനെ വല്ലാതെ പറഞ്ഞു കേൾക്കലില്ല. കാരണം പെൺകുട്ടികൾ ഇപ്പോ സമൂഹത്തിന്റെ അല്ലെങ്കിൽ എനിക്ക് ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പോയി പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത ഒരു കാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂല് പറഞ്ഞു, 3 പെൺകുട്ടികളെ അവന് നൽകി, അവൻ അതിന്റെ പേരിൽ ക്ഷമിച്ചു. അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് വസ്ത്രം നൽകി, അവർക്ക് സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുത്തു. മിൻ ഹിദതിഹി, അവന്റെ അധ്വാനത്തിൽ നിന്ന് ഇതൊക്കെ നൽകിയാൽ അന്ത്യദിനത്തിൽ നരകത്തിന്റെ മുന്നിൽ ആ പെൺകുട്ടികൾ നിനക്ക് മറയായി നിൽക്കും. എന്തിനധികം പറയണം, എന്തിനാ ഒരുപാട് പറയുന്നത്? എന്താ പെണ്ണിന് ഇസ്ലാം നൽകിയ സ്ഥാനമെന്ന് പഠിപ്പിക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് വിശ്വാസികളായ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നില്ലേ? ഏറ്റവും ചുരുങ്ങിയത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരുടെ പിന്നിൽ അണിനിരന്ന ലക്ഷോപലക്ഷം വിശ്വാസികളായ പുരുഷന്മാരുണ്ടായിരുന്നില്ലേ? എന്നിട്ട് പരിശുദ്ധ ഖുർആനും വിശ്വാസികളെ അടയാളപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തില് വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു, സത്യവിശ്വാസികളുടെ ഉദാഹരണമായി പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഉദാഹരിച്ചിരിക്കുന്നു. ഇംറഅത ഫിർഔൻ, ഒന്നാമത്തത് ഫിർഔനിന്റെ ഭാര്യ. ഐദ് ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ പെണ്ണ്, ആ സ്ത്രീ, ആ മഹിതയായ ഇസ്ലാമിന്റെ
ആ പെണ്ണ് പറഞ്ഞ സന്ദർഭം, പടച്ചവനെ റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് നീ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി തരണം. വനജ്നി മിൻ ഫിർഔന, ശരീരത്തിൽ അടിച്ചു കയറ്റുന്ന ആണികൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഫിർഔനിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവൻ ഇളക്കിവിടുന്ന ജാഹിലിയത്തിന്റെ ഈ സംവിധാനങ്ങളിൽ നിന്ന് റബ്ബേ നീ ഈ നാടിനെയും എന്നെയും രക്ഷിക്കണം. വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായി ഈ സമൂഹത്തിൽ നിന്ന് പടച്ചവനെ നീ എന്നെ രക്ഷിക്കണം. രണ്ടാമത്തെ ഉദാഹരണം മറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാനിന്റെ പുത്രിയായ മറിയം ബീവി, അല്ലത്തി അഹ്സനത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിച്ചു അവള് നാടൊട്ടിട്ട് നാട് മുഴുവൻ അവളെ പെഞ്ചൊല്ല് പറഞ്ഞപ്പോഴും അവള് അഭിസാരികയാണ്, അവള് പഴച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴും അല്ലത്തി അഹ്സനത്ത് ഫർജഹ, തന്റെ മാന്യത കാത്ത് തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഫനഫഖ്നാ ഫീഹി മിർ റൂഹിന, അതിന്റെ പരിശുദ്ധി കൊണ്ട് എന്റെ ആത്മാവിനെ ഊതി വയറ്റിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാമിന് ജന്മം നൽകിയ മഹതിയായ ഈ മറിയം ബീവിയെ, ഈ രണ്ട് ഉദാഹരണങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ലോകത്ത് തന്നെ വിശ്വാസിനികളുടെ അല്ല ലില്ലദീന ആമനു, മുഴുവൻ വിശ്വാസികളുടെയും ഉദാഹരണമായിട്ട് പറഞ്ഞത്. നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് അവര് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ, അവര് പള്ളിയേക്കും പോണ്ട, അവര് പുറത്തേക്കും ഇറങ്ങണ്ട, അവര് നമ്മളെ മത്താഹല്ലേ, നമുക്ക് ഉപയോഗിക്കാനുള്ള, നമ്മളെ കുട്ടികളെ വളർത്താനും നമ്മളെ വീട്ടിലെ പാത്രം കഴുകാനും നമ്മുടെ സംവിധാനം, ഇതൊക്കെ എന്നോ കാലഹരണപ്പെട്ടു പോയതാണ്. നമ്മുടെ പണ്ഡിതന്മാർക്ക് പോലും ആ കാലഹരണപ്പെട്ടു പോയതാണ് എന്ന് പോലും തിരിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാത്രമുള്ളതല്ല. മറിയം ബീവിയുടെ സൂറത്ത് മറിയം എടുത്ത് പരിശോധിക്കുക. യാ മറിയം റബ്ബിക്ക് വസ്തുതി വർക്കഈ മഅറാഖീൻ. നമ്മുടെ ഏറ്റവും വലിയ ചർച്ച, സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റോ, നിസ്കരിക്കാൻ പോകാൻ പറ്റോ, ഏതെങ്കിലും ഒരു യാത്രയിൽ ഒരു പള്ളി കണ്ടാൽ പള്ളിയിൽ കയറണോ, അതല്ല അവിടെ നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് എഴുതി വെച്ചെടുത്ത് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന ചർച്ചയിലാണല്ലോ മറിയം ബീവി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മയായിരുന്ന നേരത്തെ വിശ്വാസിനികളുടെ ഉദാഹരണമായി പറഞ്ഞ മറിയം ബീവി ജീവിച്ചിരുന്നത് തന്നെ പള്ളിയിലാ. എന്നിട്ട് മറിയം ബീവിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? പള്ളിന്റെ ഒരു മൂലയിൽ ഇരുന്നാ മതി എന്നല്ല. ഞാൻ മറിയം ഈ മറിയം, നീ നിന്റെ റബ്ബിനോട് അനുസരണം പ്രഖ്യാപിക്കണം, നീ സുജൂദ് ചെയ്യണം, നീ റുകൂവ് ചെയ്യണം. അവിടെ റുകൂവും സുജൂദും ചെയ്യുന്നവർക്കൊപ്പം ഇബ്നു കസീർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കൂനി മഅഹും, നീ അവരെ കൂടെ ഉണ്ടാകണം, അവിടെ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ആളുകളെ കൂടെ ഉണ്ടാകണം എന്നാ ബൈലാവി അതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു. ഉമിറത്ത് ബിസ്സലാത്തി ഫിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല ഹദീസുകളിൽ സംശയമുള്ള കാര്യങ്ങൾ കുറെ ഉണ്ടാവും. ഇസ്ലാമിക സമൂഹത്തിൽ സംശയമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ സ്ത്രീകൾ പള്ളിയിൽ പോകണോ എന്നത് ഒരു കാലത്തും സംശയത്തിന്റെ ഒരു വിഷയം പോലുമായിട്ടില്ല എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരുപാട് ഹദീസുകൾ, ഈ ഹദീസുകളിൽ പലതും ഭൂരിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഈ രണ്ടു പേരെയും എടുത്ത് പരിശോധിച്ചാൽ അറിയാം, റസൂലിനോട് ഏറ്റവും ചേർന്ന് നിന്നിരുന്ന ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ, രണ്ടാമത്തത് റസൂലിന്റെ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറഞ്ഞു, ഇദസ്തഇദനകും നിസാകും ബില്ലൈൽ, നിങ്ങളെ സ്ത്രീകൾ നിങ്ങളോട് രാത്രി പള്ളിയിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഫഇദനൂ ലഹുന്ന, പകരത്തെ കാര്യം വേറെ പറയും. രാത്രി പോകണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അവരെ തടയാൻ അധികാരമില്ല, നിങ്ങൾ അവരെ അനുവദിക്കണം. അതേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേറൊരിക്കൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദസ്തഇദനകും നിസാഉകും മിനൽ മസാജിദ്, നിങ്ങളെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് അനുവാദം ചോദിച്ചാൽ ഫഇദനൂ ലഹുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എനിക്കിപ്പോ പോകാൻ സൗകര്യം ഉണ്ടോ എന്ന് പറയാൻ അധികാരമില്ല നമുക്ക്. ഇപ്പൊ ഈ ആഴ്ച പോകണ്ട പള്ളിയിലേക്ക് എന്ന് പറയാൻ നമുക്കും അധികാരമില്ല. അല്ലെങ്കിൽ ഇപ്പൊ പോണോ എന്ന് ചോദിക്കാനുള്ള അധികാരവും നമ്മളാകുന്ന പുരുഷന്മാർക്കില്ല. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നവരും പെണ്ണുങ്ങൾ വല്ലാതെ അങ്ങോട്ട് പള്ളിയിൽ പോകേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ തിരുത്തണം. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരെ, എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും റസൂലിന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും കാലഘട്ടത്തിൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ സ്ത്രീകൾ പള്ളിയിൽ പോയി. അതുകൊണ്ടാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു ബാബ് തന്നെയുണ്ട്, ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, ഖുറൂജുൻ നിസാ ഇലൽ മസാജിദ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ. ഇതെന്തിനാ ഈ ചാപ്റ്റർ? പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ടാക്കണോ, ഒരു ബാബ് ഉണ്ടാക്കണോ?
ഖുറൂജ് നിസാ ഇലൽ മസാജിദ്. മാത്രമല്ല ഇത് ഈ ഹദീസുകളൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊന്നും സനദ് ദുർബലമായ ലഈഫായ ഹദീസുകളല്ല. ബുഖാരിയും മുസ്ലിമും സിഹാഹു സിത്തയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തംനഉ നിസാഉകും അൽ മസാജിദ, നിങ്ങളെ സ്ത്രീകൾക്ക് നിങ്ങൾ ഒരിക്കലും പള്ളിയെ തടയാൻ പാടില്ല. ഇദസ്തഅ്ദനകും ഇലൈഹ, പള്ളിയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചാൽ തടയാൻ പാടില്ല. പ്രവാചക കാലഘട്ടത്തിൽ അവർ കൃത്യമായി പള്ളിയിൽ വന്നിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇന്നി ലഅദ്ഖുലു ഫിസ് സ്വലാത്ത്, പ്രവാചകൻ പറഞ്ഞതായിട്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ പറഞ്ഞു, ഇന്നി ലഅദ്ഖുലു ഫിസ് സ്വലാത്ത്, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും, ഫഉരീദു ഇതാലതിയ, നമസ്കാരത്തിൽ ദീർഘമായി ഓതണം എന്ന് വിചാരിച്ചിട്ടാ ഞാൻ കൈകെട്ടുക, ഫഅസ്മഹു ബുഖാഅ അസ്സബി, ഞാനിങ്ങനെ ഓതുന്ന സമയത്ത് പിന്നിൽ നിന്ന് ചെറിയ കുട്ടികളുടെ കരച്ചിലുകൾക്കും ആ പിന്നിൽ നിൽക്കുന്ന ഉമ്മാക്കുണ്ടാകുന്ന പ്രയാസം, ഈ കുട്ടി കരഞ്ഞാലുണ്ടാകുന്ന പ്രയാസം കാരണം ഞാൻ വല്ലാത്ത അസ്വസ്ഥപ്പെടും. മിൻ ബുക്കാഹി, ആ കരച്ചില് കാരണം, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ ഓതി പെട്ടെന്ന് റുക്കൂയിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പുരുഷന്മാരോട് റസൂല് പറഞ്ഞിരുന്നു, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ കുറച്ചു സമയം അവിടെ തന്നെ ഇരിക്കണം. എന്തിനാ? സ്ത്രീകൾ എഴുന്നേറ്റ് പോണത് വരെ നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി, എങ്ങനെയാ സഫ് നിൽക്കേണ്ടത് പള്ളിയിൽ, സഫ് നിൽക്കേണ്ടത് പഠിപ്പിച്ചത് ഇന്നുമുണ്ട്. നമ്മൾ പറയുന്ന എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഈ പള്ളി ദർസുകളിലൊക്കെ ഓതുന്ന എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും അതുണ്ട്. മുന്നിൽ പുരുഷന്മാരെ നിൽക്കണം, അതിനുശേഷം കുട്ടികൾ നിൽക്കണം, അതിനുശേഷം സ്ത്രീകൾ നിൽക്കണം. വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്തിനാ പള്ളിയിൽ സഫ്? ഇതിൽ സംശയമുള്ള വിഷയമല്ല ഇത്. എന്ന് മാത്രമല്ല, സുബഹി നമസ്കാരത്തിന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറഞ്ഞു, അവർ പറയാണ്, കാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദിന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ നമസ്കാരത്തിൽ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. സ്വലാത്തൽ ഫജ്ർ, സുബഹി നമസ്കാരത്തിന്. എങ്ങനെ? മുതലഫആതി ബിമുറൂതിഹിന്ന, അവരുടെ പട്ടുവസ്ത്രങ്ങൾ, അവരുടെ മേലുള്ള വസ്ത്രങ്ങൾ പുതച്ചുകൊണ്ട് അവർ പള്ളിയിലേക്ക് പോകും. സുമ്മ യൻഖലിബന ഇലാ ബുയൂതിഹിന്ന, പിന്നെ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോരും. ഹീന യഖ്ദീന സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ. ലാ യഅരിഫുന അഹദും മിനൽ ഗലസ്, അപ്പോഴും ഇരുട്ട് കാരണം അപ്പുറത്തുള്ള ആണുങ്ങളൊന്നും ഞങ്ങളെ കാണാറില്ലായിരുന്നു. ആ രീതിയിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോരാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച റസൂലിന്റെ പത്നി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് സംശയത്തിന് അവകാശമുള്ള വിഷയമൊന്നല്ല. പിന്നെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതിന് ഇസ്ലാമികമായിട്ട് മറ്റൊരുപാട് സംഗതികൾക്ക് ഒരു തെളിവില്ലാത്തതുപോലെ ഇതിനും ഒരു തെളിവില്ല എന്ന് പറയാനേ ഇത് സംബന്ധിച്ച് പറയാൻ കഴിയും. ഇനി അതും കഴിഞ്ഞ് അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങണോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇനി പൊതുരംഗത്ത് ഒരുപാട് സ്ത്രീകൾ ഇലക്ഷനിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ പൊതുരംഗത്ത് വരുന്നു, സാമൂഹ്യ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു, ദുരന്ത നിവാരണത്തില്, അതുപോലെ തന്നെ ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതിൽ പാലിയേറ്റീവ് കെയറുകള്, അതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളിൽ നിന്ന് സ്ത്രീകൾ വളരെ സജീവരാണ്. ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ അവർക്ക് സമയമുണ്ട്, സൗകര്യമുണ്ട്, അതുകൊണ്ട് സജീവമായി രംഗത്തുണ്ട്. ഇതും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഏത് ഇസ്ലാമാണ് പറയാത്തത് എന്ന് നമുക്കറിയില്ല. അള്ളാന്റെ ദീന് പറഞ്ഞിടത്തൊക്കെ ഈ സ്ത്രീകൾക്ക് ആ മുൻനിരയിൽ നിൽക്കാനും പുരുഷന്മാരോടൊപ്പം ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട്, അടിവരയിടണം, ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട്, ഇസ്ലാമികമായ വസ്ത്രധാരണത്തോടുകൂടി, അതവോടുകൂടി, ആ ചിട്ടകളോട് കൂടി രംഗത്ത് വരാനുള്ള അവകാശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഇസ്ലാമിക മാർഗത്തിൽ രംഗത്തുണ്ടായിരുന്നു എന്നതിന് ഇബ്നു കസീർ പോലെയുള്ള മുഫസ്സിറുകൾ എഴുതി വെച്ച ചരിത്രം സാക്ഷിയാണ്. അവരവിടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യമാര് ദീനിന്റെ സേവകന്മാരായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടക്കാരിയായിരുന്നു. ആ കച്ചവടക്കാരിയായത് ഇസ്ലാമിലും ജാഹിലിയത്തിലും അവർ കച്ചവടക്കാരി തന്നെയായിരുന്നു. ഇസ്ലാമിലും അവർ കച്ചവടം തുടർന്നു. ആ കച്ചവടം വിധവകളുടെ മോചനത്തിന്, അവരുടെ സഹായത്തിന്, യതീമുകളെ സഹായിക്കാൻ, ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ചതിന്റെ ഫലമാണ് അള്ളാന്റെ ദീന് അത്ര പെട്ടെന്ന് മക്കയിലും മദീനയിലും വിജയിച്ചത് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. മാത്രമല്ല, എല്ലാ ഹിജറകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്നാം ഹിജറ പോയ സന്ദർഭത്തില്
എത്യോപ്യയിലേക്ക് പോയ സന്ദർഭത്തിൽ 4 സ്ത്രീകൾ അതിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ, ഉമ്മു സലമ, സഹില, ലൈല റളിയല്ലാഹു അൻഹ, ഈ 4 ആളുകളും എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആളുകളെ കൂട്ടത്തിലുണ്ടായിരുന്നു. 2-ാം അഖബ ഉടമ്പടിയില് 2 സ്ത്രീകള് മദീനയിൽ നിന്ന് വന്ന 73 പുരുഷന്മാരെ കൂട്ടത്തില് സൈനബ് ബിൻത് കഅബും അസ്മാ ബിൻത് അംറും ഉണ്ടായിരുന്നു. ഏറ്റവും ചരിത്രപ്രധാനമായ അഖബ ഉടമ്പടിയിൽ സാക്ഷി നിൽക്കാൻ. അതും കഴിഞ്ഞ് നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ ഈ 195-ാമത്തെ ആയത്തിറങ്ങാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യമാണ്. റസൂലെ, ഹിജ്റ പോയ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ ഖുർആൻ. പ്രവാചകന്റെ ഹദീസുകളിൽ വല്ലാത്ത പ്രശസ്തിയും പേരും അവർക്ക് നൽകുന്നുണ്ട്. പക്ഷെ അവിടെ ഞങ്ങളുടെ സ്ഥാനം എവിടെയാണ് അടയാളപ്പെടുത്തിയത്? ഞങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ പ്രയാസം സഹിച്ചിട്ടുണ്ട് ആ ഹിജ്റയിൽ. അല്ല, ഒരുപക്ഷെ ആണുങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതൽ സൗർ ഗുഹയിലേക്ക് ഭക്ഷണം കൊടുത്ത അള്ളാന്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സംരക്ഷിച്ച് നിർത്തിയത് ഒരു പെണ്ണിന്റെ പേരല്ലേ ചരിത്രം രേഖപ്പെടുത്തിയത്? അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ യാത്രകളിലും ഞങ്ങളില്ലേ റസൂലെ? ഞങ്ങളെ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ അടയാളപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് വാനലോകത്ത് നിന്ന് ജിബ്രീലിന്റെ കൈകളിലൂടെ അല്ലാഹു കൊടുത്തുവിട്ട ആയത്താണ് ഫസ്തജാബ ലഹും റബ്ബുഹും. അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. റസൂലെ, ഉമ്മു സലമയോട് പറയണം, എല്ലാ പെണ്ണുങ്ങളോടും പറയണം, ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അന്നീ ലാ ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ. നിങ്ങളെ കൂട്ടത്തിൽ ആണാവട്ടെ പെണ്ണാകട്ടെ ഒരാളുടെയും പ്രതിഫലം നാം പാഴാക്കുകയില്ല. അതുകൊണ്ട് ഫല്ലദീന ഹാജറു, ഹിജ്റയിൽ പങ്കെടുത്ത ആളുകൾ, വഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ, വഊദു ഫീ സബീലി, എന്റെ മാർഗത്തിൽ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചവർ, വഖാതലു വഖുതിലു, യുദ്ധത്തിൽ പങ്കെടുക്കുകയും രക്തസാക്ഷികളാവുകയും ചെയ്ത ആളുകൾ, ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരുടെ തിന്മകള്, അവരുടെ തെറ്റുകൾ ഞാൻ പുറത്തു കൊടുക്കും. വലഉദ്ഖിലന്നഹും, അറബി പ്രയോഗം അറിയുന്നവർക്കറിയാം, അതിലേറെ സ്ട്രെസ് ചെയ്യാൻ അറബിയിൽ വേറെ പദമില്ല. വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ ഞാൻ അവരെ പ്രവേശിപ്പിക്കും. സവാബം അള്ളാന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ പ്രതിഫലമായി കൊണ്ട് വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്, അള്ളാന്റെ അടുക്കലുള്ളതാണ് ഉത്തമമായ പ്രതിഫലം എന്ന് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്. അതിനുശേഷവും നിങ്ങൾ നോക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഷിഫ ബിൻത് അബ്ദുള്ളയാണ് മദീനയുടെ മാർക്കറ്റിന്റെ ചുമതല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത്. മാർക്കറ്റിൽ എന്തായാലും വീട്ടിലിരിക്കുന്ന പെണ്ണ് മതിയാവില്ല, മാർക്കറ്റിൽ തന്നെ വേണ്ടി വരും. ഉഹദ് യുദ്ധത്തിൽ വാളെടുത്ത് പ്രവാചകനെ ചുറ്റും നിന്നുകൊണ്ട് പ്രവാചകനെ നേരെ വരുന്ന കുത്തും വെട്ടുമൊക്കെ തടുത്തിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിച്ചതാണ്. ഒട്ടകപ്പുറത്ത് കയറി ജമൽ യുദ്ധം നടത്തിയ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അപ്പുറത്തുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് യർമൂക്ക് യുദ്ധത്തില്, റോമൻ പട്ടാളവുമായി നടന്ന യർമൂക്ക് യുദ്ധത്തില് അസ്മാ റളിയല്ലാഹു അൻഹ 9ഓളം ഈ റോമൻ പട്ടാളക്കാരെ കൊന്നുകളഞ്ഞ ചരിത്രം യർമൂക്ക് യുദ്ധത്തിലും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത് ഇസ്ലാമിന്റെ ലേബലിൽ നന്ന ചുരുങ്ങിയത് ഒട്ടിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണം. കാലത്തിന്റെ മുന്നേറ്റങ്ങൾക്കനുസരിച്ച് ഒപ്പം പോകാൻ പ്രാപ്തമായ ഒരു ദീനും ആ ദീനിന്റെ വക്താക്കളുമാണ് നമ്മൾ എന്ന അഭിമാനത്തോടു കൂടി ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ പിടിച്ചു വലിക്കുകയാണ് സമൂഹത്തിന്റെ നേർപാതി എന്ന് പറയുന്ന പെണ്ണുങ്ങള്. നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട, തിരിച്ചിങ്ങോട്ട് വാ, എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോയിക്കോ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വന്നോ. അവിടെ മറയും വേണ്ട, അവിടെ ഹിജാബും വേണ്ട, അവിടെ ഹിജാബിന്റെ ആയത്തും ഇല്ല, അവിടെ ഖുർആനിന്റെ പരാമർശങ്ങളും വേണ്ടതില്ല എന്ന് വാശി പിടിക്കുന്നവരോട് പരിതപിക്കാൻ മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന് കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് പെണ്ണിന്, കുടുംബത്തിലുമുണ്ട്, നാട്ടിലുമുണ്ട്. കുടുംബത്തിന്റെ ആണിക്കല്ലാണ് പെണ്ണ്. അതുകൊണ്ട് റസൂല് പറഞ്ഞ അദ്ദുന്യാ മതാഉൻ, സ്ത്രീകൾ ഒരു വല്ലാത്ത ഒരു വിഭവം തന്നെയാണ്. ആ വിഭവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് സ്വാലിഹായ ഒരു പെണ്ണാണ്. എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യ ഒരു സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കണ്ട. എന്റെ മക്കളും എന്റെ കുടുംബവും എന്റെ അയൽപക്കവും എന്റെ ബന്ധങ്ങളും ഒക്കെ ആ ഇസ്ലാമികമായ ഒരു സരണിയിലൂടെ കടന്നു പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്.
അതുകൊണ്ടാണ് 3 അനുഗ്രഹങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞ ഒരു അനുഗ്രഹം ഉത്തമയായ ഭാര്യയാണ്. അവിടെ ഭാര്യയായി, പെൺകുട്ടിയായി, ഭാര്യയായി, ഉമ്മയായി, പെങ്ങളായി ഒക്കെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ സ്ത്രീയുടെ മുന്നേറ്റങ്ങൾക്ക് നമ്മൾ ശക്തി പകരുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം നേടിയ, ഒരുപക്ഷെ പുരുഷനേക്കാൾ വിദ്യാഭ്യാസം നേടിയ പെണ്ണുങ്ങൾ അവരവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വാശി പിടിക്കുന്നതിന് പകരം അവരിറങ്ങി വരട്ടെ. സമൂഹത്തിന്റെ നവജാഗരണ സംരംഭങ്ങളിൽ, ഇസ്ലാമിന്റെ മുന്നേറ്റങ്ങളിൽ ഇല്ലേ അവര്? ഫലസ്തീനിലില്ലേ? ലോകത്തിന്റെ എല്ലാ ഇസ്ലാമിക മുന്നേറ്റ സംവിധാനങ്ങളും അവരില്ലേ? ഒരുപക്ഷെ ആണിനേക്കാൾ മുന്നിൽ അവരില്ലേ? ഉണ്ടാകണമെന്ന് അള്ളാഹ് പഠിപ്പിച്ചത് കൊണ്ടാണ്, അവർക്ക് സ്വർഗം അള്ളാഹ് അതിന്റെ പേരിൽ ഉറപ്പ് നൽകിയത് കൊണ്ടാണ്. അതുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എങ്കിൽ അടങ്ങിയിരിക്കുക, പിന്നോട്ട് വലിക്കാതിരിക്കുക എന്ന് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ത്രീകളെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല വനിതകളായി ലോകം ആദരിക്കുന്ന, അംഗീകരിക്കുന്ന വരും തലമുറകൾ ഇസ്ലാമിന്റെ ബാനറിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഉത്തമ സ്ത്രീകളായി അല്ലാഹു മാറ്റിയെടുക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.